ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. യം ശൈവാസമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. ഓ The rains are joining us. ഹരി ഓം തത്സത്. ജയ ഗുരു. എൻ്റെ പ്രേക്ഷകരെ, കഴിഞ്ഞ കൊല്ലവും നിങ്ങളുടെ ഈ സ്വാമിജിയുടെ ജന്മദിനം ഇവിടെ സാധാരണ അതിന് മുൻ വർഷങ്ങളിൽ ആഘോഷിച്ചിരുന്ന മാതിരി ആഘോഷിച്ചില്ല. വളരെ ലളിതമായ രീതിയിൽ ഒരു തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്കാണ് ആചരണമുണ്ടായത്. കൊല്ലം ഒന്ന് കഴിഞ്ഞു, 12, 14, 15 മാസമായി. മാർച്ച് മാസം 24 ആദ്യമായ ലോക്ക്ഡൗൺ കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ചത്. ഇതിപ്പോൾ മാർച്ച് കഴിഞ്ഞ് ഏപ്രിലും കഴിഞ്ഞു, ഇന്ന് മെയ് 13. എന്തു പറയുന്നു അപ്പോൾ? മാർച്ച്, ഏപ്രിൽ, 12, 2, 14, 15ാമത്തെ മാസമാണിത്. ഈ COVID-19 എന്ന് പറയുന്ന മഹാമാരി നമ്മളെ വിട്ടുപോയിട്ടില്ല. തത്കാലം അത് വളരെ വർദ്ധിച്ചാണ് കാണുന്നത്. അതിൻ്റെ പുതിയ പരിവർത്തിത രൂപമുണ്ടല്ലോ, ആ രൂപം കാറ്റിലൂടെ സഞ്ചരിക്കണമെന്നാണ് പറയണത്. ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ളതും വേണ്ടപ്പെട്ട ഒരു നല്ല ഹാർട്ട് ഡോക്ടറുണ്ട് ന്യൂഡൽഹിയിൽ. അവർ മാക്സ് ഹോസ്പിറ്റലിൻ്റെ കാർഡിയക് ചീഫാണ്. അവർക്കും വന്നു രോഗം. അവർ വിളിച്ച് പറയുകയാണ്, സ്വാമിജിമാരെ, നിങ്ങളാരും പുറത്തിറങ്ങരുത്. ഇതൊരു രാക്ഷസ രൂപത്തിൽ, ഒരു മോൺസ്റ്റർ രൂപത്തിലാണ് ഈ വൈറസ് വരുന്നത്. അതെങ്ങനെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ല.
അത്ര പ്രബലമാണത്. അതുകൊണ്ട് നിങ്ങളാരും അനങ്ങരുത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംസാരിക്കാനും പാടില്ല. കയ്യിലുള്ള എനർജി മുഴുവൻ നിങ്ങൾ ശേഖരിക്കൂ. എങ്ങാനും രോഗം വന്നു പോയാൽ അതിനുള്ള പ്രതിരോധം ശരീരം വേണ്ടത്ര ഉണ്ടാകട്ടെ എന്നുവരെ അവർ പറഞ്ഞു. നാം കാണുന്നതും കേൾക്കുന്നതും ഈ രോഗത്തിൻ്റെ വർദ്ധിത രൂപവും ആ അണുക്കളുടെ ഒരു പരിവർത്തിത രൂപവുമാണ്. എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കൂ. നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, ആകെ മുങ്ങിയ കുളിരില്ല എന്ന്. കുളത്തിൻ്റെ അടുത്ത് ചെന്ന് കുളിക്കാൻ നിൽക്കുമ്പോഴൊക്കെ തണുവ് തോന്നും, ഇറങ്ങുമ്പോഴും തണുവ് തോന്നും. ഒരൊറ്റ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തണുപ്പില്ല. അതുമാതിരി ഭയപ്പെട്ട് അതിനു വേണ്ട നിയന്ത്രണങ്ങളും നിഷ്ഠകളും മുഖം മൂടി ധരിച്ച് ആവരണം ധരിച്ച് എല്ലാം ഗ്ലോവ്സൊക്കെ ഇട്ട് നമ്മൾ പെരുമാറി. ഡോക്ടർമാർക്ക് വന്നുകൊണ്ടിരുന്നില്ല, ഇപ്പോൾ ഡോക്ടർമാർക്കും വരുന്നുണ്ട്. പലരും മരിച്ചു പോകുന്നു. എന്താ നമ്മൾ ചെയ്യുക? പേടിച്ചിട്ട് എവിടെ ഓടും, എവിടെ പോവും? രാജ്യം വിട്ട് പോവാൻ നമുക്ക് പറ്റുമോ? ശരീരം വിട്ട് പോവാൻ പറ്റുമോ? വീട് വിട്ട് പോവാൻ പറ്റുമോ? സർക്കാർ ഒരു ഭരണകൂടമാണ്. ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് അവർ പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളും മരുന്നുകളും മുറകളും ആവിഷ്കരിക്കാതെ പറ്റില്ല. ഇല്ലെങ്കിൽ അവരെ കുറ്റം പറയുക, അത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ 2 വാക്സിൻ നമ്മൾ വളരെ വിജയപ്രദമായി കണ്ടുപിടിച്ചു. 3ാമത്തെ ഒരെണ്ണം വായിലൂടെ കഴിക്കാനുള്ളത് അതും തയ്യാറായിട്ടുണ്ട്. ഇന്ത്യ ചെയ്തിട്ടുള്ളത് വലിയൊരു നേട്ടമാണത്. നമുക്കത് ചെയ്യാൻ സാധിച്ചുവല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം കൃതാർത്ഥതയും അഭിമാനവും തോന്നുന്നു എനിക്ക്. നമ്മുടെ ശാസ്ത്രീയ വിഭാഗം വളരെ ശക്തമായി പ്രവർത്തിച്ചു. ചുരുക്കം സമയം കൊണ്ട് ഈ മരുന്നുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷേ 2 തവണ 2 വാക്സിനും എടുത്തതിന് ശേഷവും രോഗം വന്നതായും അല്പം ചിലർ മരിച്ചതായും നാം കേൾക്കുന്നു. അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ രക്ഷ എന്ന് നിങ്ങൾ തന്നെ പറയും. സർക്കാർ പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കും വേണം. ഒന്നിലും നീക്കുപോക്ക് വരുത്തരുത്. പക്ഷേ അതുകൊണ്ട് മാത്രമായോ എന്നൊരു ചോദ്യമുണ്ട്. നിറഞ്ഞ കുരുസദസ്സിൽ വെച്ചാണ് ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ചു വലിച്ചത് ആര്? ദുശാസനൻ. നിറഞ്ഞ കുരുസദസ്സിൽ പഞ്ചപാണ്ഡവന്മാരവിടെ ഇരിക്കണു, ഭർത്താക്കന്മാർ. അവർ ആരെങ്കിലും ഒരാൾ എണീറ്റൊരൊറ്റ ഇടിയങ്ങോട്ട് കൊടുത്താൽ ദുശാസനൻ 10 കുട്ടിക്കരടം അറിയും അവിടെ. പക്ഷേ എണീക്കാൻ വയ്യാതെ അവർ ഇരിക്കുകയാണ് 5 പേര്. വസ്ത്രത്തിൽ കിടന്ന് പിടിച്ചു എന്ന് മാത്രമല്ല, വലിച്ചു തുടങ്ങി. അപ്പോഴും ദ്രൗപദി കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല. നിനക്കെന്നെ ശരീരം വരെ തൊടാൻ സാധിച്ചു എന്ന് വരാം, പക്ഷേ ഞാൻ ശരീരമല്ല. നിൻ്റെ സ്പർശമോ നിൻ്റെ പ്രയത്നമോ ഞാൻ വഴങ്ങിത്തരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ആർക്കും അധീനയായിട്ടില്ല, സ്വതന്ത്രയാണ്. എൻ്റെ ചോദ്യത്തിന് ഈ സദസ്സ് മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറയുന്നത് വരെ ഞാൻ സ്വതന്ത്രയാണ്. ഭീഷ്മരടക്കം പറഞ്ഞു, ചോദ്യം ശരിയാണ്, മറുപടി പറയാൻ പറ്റില്ല. യുധിഷ്ഠിരൻ പരുത്തി തീർത്തതായതുകൊണ്ട് അവൻ പറയട്ടെ എന്ന്. യുധിഷ്ഠിരൻ ദാസനായതിനാൽ ഉത്തരീയം അഴിച്ച് അവിടെ അങ്ങോട്ട് വച്ചു, മിണ്ടിയില്ല. ആ സ്ത്രീയുടെ നിസ്സഹായത എൻ്റെ കൂട്ടരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ പറയും ഇത് പുരാണമാണെന്ന്, ഭൂമാനന്ദ സ്വാമിജി പറയും ഇത് മനുഷ്യ ചരിത്രമാണെന്ന്. എഴുതി വച്ചത് വേദവ്യാസ മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ നടന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളുടെ അതാത് സമയത്തുള്ള ഒരു വിവരണമാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. സാധാരണ ചരിത്രങ്ങളൊക്കെ രേഖകളും മറ്റും നോക്കി തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് കുത്തിക്കോർത്ത് തുന്നിക്കൂട്ടി എഴുതുന്നതാണ് ചരിത്രം. ഇത് തൻ്റെ മുൻപിൽ താൻ ഭാഗഭാക്കായി നടന്ന സംഗതികളെ ആത്മകഥാരൂപത്തിലാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രയുണ്ട് എന്ന് ആലോചിക്കൂ. അതിന് ഇതിഹാസം എന്നൊരു രൂപം കൊടുത്തു. മനുഷ്യജീവിതത്തിൽ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ധർമ്മമൂല്യങ്ങളെയെല്ലാം ഉദാഹരണങ്ങളോടും ദൃഷ്ടാന്തങ്ങളോടും കൂടി വെളിപ്പെടുത്തി തന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് ആത്മബലപൂർണരാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസം രചിക്കുന്നത്. ആ ഇതിഹാസത്തിൻ്റെ ഒരു സ്റ്റൈൽ അതിനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ദ്രൗപദി വിടാതെ ഞാൻ കൂട്ടാക്കണില്ല എന്ന് പറഞ്ഞ് ആത്മവിശ്വാസത്തോടു കൂടി ഉറച്ചു നിന്നു. അവരുടെ വിശ്വാസത്തെ ഉജ്ജീവിപ്പിക്കാൻ വേണ്ടി ഹരേ 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 എന്നിങ്ങനെ പറഞ്ഞു.
ഇത്രയേ ദ്രൗപദി ചെയ്തുള്ളൂ. ദുശാസനൻ വലിച്ചുകൊണ്ടേയിരുന്നു. അദൃശ്യഹസ്തങ്ങൾ തീരുമാനിക്കൂ, അവൻ വലിക്കട്ടെ, അവൻ വലിക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ കൈകളുകൊണ്ടാണ് അവൻ വലിക്കണത്, വലിക്കട്ടെ. എത്ര വലിക്കുമെന്ന് ഞാനും കാണാം. മനുഷ്യന് നെയ്തുണ്ടാക്കിയ സാരിക്കാണ് നീളത്തിന് പരിമിതി. പക്ഷേ ഞാൻ ഇടപെടുമ്പോൾ ആ സാരിക്ക് നീളം എത്ര വേണമെങ്കിൽ കൂടും. അങ്ങോട്ട് വലിക്കാനാ വിട്ടു. വലിച്ചു വലിച്ചു വലിച്ച് വലിച്ച് കൈ കഴച്ച് ഏഭ്യനും ഇളിഭ്യനുമായി ദുശാസനൻ അത് വിട്ടവിടെ അങ്ങോട്ട് ഇരുന്നു. ഇതാണ് അവിടെ നടന്നത്. നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? മനുഷ്യൻ്റെ ശരീരത്തിനുള്ള ശക്തി പരിമിതമാണ്. ഈ ശരീരം ധാതുക്കളും ലവണങ്ങളും കൂടി ഉണ്ടായതാണ്. ഇത് ദ്രവ്യമാണ് ഈ ശരീരം. എന്നാൽ ദ്രവ്യത്തിൽ സന്നിഹിതമായിരിക്കുന്ന മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആത്മാവുമുണ്ടല്ലോ, അത് ദ്രവ്യാതീതമാണ്. ദ്രവ്യ നിയമങ്ങളൊന്നും അതിനെ ബാധിക്കുന്നതല്ല. അങ്ങനെ ദ്രവ്യാതീതമായിരിക്കുന്ന ഒരു മനസ്സിൽ ഉറച്ചു നിന്ന് ദുശാസനൻ്റെ പ്രവൃത്തിക്ക് ഞാൻ വശംവദയല്ല, വിധേയയല്ല, ഞാൻ സ്വതന്ത്രയാണ് എന്ന് പറഞ്ഞ് ഉറച്ചങ്ങോട്ട് നിന്നപ്പോൾ ആ വാക്കിനും ആ ഉറപ്പിനുമാണ് ആ സദസ്സിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ദുശാസനൻ തോറ്റു, ദുര്യോധനൻ തോറ്റു, സർവ്വജനങ്ങളും പരാജയപ്പെട്ടു. അവിടെ ജയിച്ചത് ഒരു ദ്രൗപദി മാത്രം. ഇതാണ് മനസ്സിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ പ്രഭാവം, വിവേകത്തിൻ്റെ മികവ്, ആത്മാവിൻ്റെ സർവോത്തുംഗമായിരിക്കുന്ന നില വിശേഷം. നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കി ഈ ശക്തിയിൽ ഉറച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത്. കുത്തുവെച്ചോളൂ, മരുന്ന് കഴിച്ചോളൂ, ആസ്പത്രിക്ക് പൊക്കോളൂ. പക്ഷേ ഒരൊറ്റ ആളും മരിക്കരുത്. മരണം നമ്മൾ ഒഴിവാക്കണം. നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കണം. ഈ പേമാരി എങ്ങനെ പ്രകൃതി നമ്മളെ വലയം ചെയ്യിപ്പിച്ച് നിർത്തുന്നുവോ അതേമാതിരി ഈ അതേമാതിരി പ്രകൃതി നമ്മുടെ ഉള്ളിൽ അതിനെ തടുത്തു നിർത്താനുള്ള ശക്തിയും നമ്മളിൽ ഉണ്ടാക്കട്ടെ. പ്രകൃതി വിചാരിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല. മനസ്സ് സങ്കല്പിച്ചാൽ ലഭിക്കാത്തതുമൊന്നുമില്ല. നിങ്ങളുടെ സങ്കല്പശേഷി കൊണ്ട്, ഭാവപ്രാബല്യം കൊണ്ട്, വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും രക്ഷപ്രാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ പഞ്ചായത്തിൽ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ ആയി പ്രഖ്യാപിച്ചു. ഒരൊറ്റ ആളും പുറത്തു പോകരുത്, അകത്തും വരരുത്. 10 മുതൽ 12 മണി വരെ മാത്രമേ കടകൾ തുറക്കുള്ളൂ. എന്താ ചെയ്യുക? ഇവിടെ ജോലി ചെയ്യുന്നവരിൽ ആർക്കൊക്കെ വന്ന് ഇവിടെ താമസിക്കാൻ പറ്റുമോ നിങ്ങൾ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. 4-5 ആൾ വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൽ ഒരാൾ വീട്ടിലെന്തോ ഒരാൾ മരണം ഉണ്ടായി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. പിന്നെ ക്വാറൻറ്റൈൻ കഴിഞ്ഞല്ലാതെ മടങ്ങി വരാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇവരോട് എല്ലാവരോടും കൂടി പറഞ്ഞു, ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പഞ്ചായത്തിന് ചുറ്റും കാലത്തെണീറ്റ് നേരത്തെ ഒരു നടത്താം, ഒരു തപസ് എന്ന്. മാജി പറഞ്ഞു പോരുതെന്ന്. അപ്പം ഞാൻ ഇവരെല്ലാവരോടും കൂടി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഒരു തപസ് ചെയ്യാമെന്ന്. എന്താണ് ആ തപസ്? തപസ്സിന് പൂജ വേണ്ട, പുഷ്പം വേണ്ട, പാല് വേണ്ട, പായസം വേണ്ട, നൈവേദ്യം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ ശരീരവും മനസ്സും മാത്രമേ വേണ്ടൂ തപസ് ചെയ്യാൻ. പാർവതിയുടെ പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ് ആലോചിച്ച് നോക്കൂ. തപസ് ചെയ്യാൻ ഒരു ചെലവുമില്ല നമുക്ക്. നമ്മുടെ ശരീരത്തിൻ്റെ ആനുകൂല്യം മാത്രമേ വേണ്ടൂ. ഒരിടത്തിരിക്കൂ, വെറുതെ ഇരിക്കൂ, അപ്പോൾ തപസ്സായി. ഒന്നും ചെയ്യരുത്, ചെയ്താൽ തപസ്സല്ല. അപ്പം മൃത്യുഞ്ജയ മന്ത്രം, ആ മന്ത്രം വിശേഷപ്പെട്ടതാണ്. എന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കൂ, എന്നാൽ അമരത്വത്തിൽ നിന്ന് രക്ഷിക്കരുത്, അമരത്വമാണ് എനിക്ക് വേണ്ടത്, മൃത്യു മാത്രമേ എനിക്ക് വിട്ടുപോണ്ടൂ എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ്. വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും മരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾ പോലും ചിലപ്പോൾ കഷ്ടിച്ച് ക്ലേശിച്ച് കഴിയുന്നുണ്ട്. ആ സമയത്ത് ഈ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് മനുഷ്യർക്ക് റിലീഫ്, ആശ്വാസം ഉണ്ടാവാറുണ്ട്, ദേഹപതനം. അതേപോലെ അകാല മരണത്തിൽ നിന്നും ആപത് മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം. സാധാരണ ഹോമവും അതും ഇതൊക്കെയാണ് അതുകൊണ്ട് ചെയ്യുക. നമുക്കതൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും കൂടി വീട്ടിലുള്ളവർ കൂട്ടായി ഇരുന്ന് ആരൊക്കെ വരുന്നുണ്ടോ അവരെല്ലാവരും വരട്ടെ, അത് ജപിക്കൂ.
ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാ അമൃതാത്. അത് ബീജാക്ഷരങ്ങളോട് കൂടി ജപിച്ചാൽ അതിന് ശക്തി കൂടുതലാണ്. ഈ മന്ത്രം ഞാൻ ആദ്യമേ എല്ലാവരെയും എഴുതി അറിയിക്കുകയുണ്ടായി. പലരും ജപിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ജില്ലയിൽ കോവിഡ് ശമിച്ച് നമ്മളെ രക്ഷിക്കണം എന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും തയ്യാറുണ്ടോ? എന്നാൽ നമുക്കൊരു കോമൺ, ഒരു സാധാരണ പൊതുവെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. വടക്കുന്നാഥൻ്റെ പറമ്പോ ഏതെങ്കിലും ഒന്ന്. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ദിവസം തപസ് ചെയ്യാം. ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾക്ക് സാധിക്കുമോ എല്ലാവരും കൂടി വന്നിരുന്ന് നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു തപസ് ലളിതമായത് പറഞ്ഞു തരാം. എൻ്റെ ശരീരം മുമ്പിലത്തെ മാതിരിയല്ല, 88 വയസ്സായല്ലോ, വിചാരിച്ച മാതിരി എനിക്ക് കാര്യങ്ങൾ നടക്കില്ല ഒക്കെ ബുദ്ധി. എന്നാലും ഞാൻ അതിന് എന്ത് നേതൃത്വം വേണോ അത് ചെയ്യാൻ ഇന്നും തയ്യാറാണ്. പക്ഷേ ഞാൻ തന്നെ ചെയ്യില്ല. ജനങ്ങളുടെ മനസ്സിളകണം, അവർക്കതിൽ വിശ്വാസം വേണം. വിവേകം കൊണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലെങ്കിൽ വിശ്വാസം കൊണ്ടെങ്കിലും സ്വീകരിക്കൂ. വിവേകത്തിന് ബുദ്ധി ഉപയോഗിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല. ഞാൻ പറയണത് നമ്മളുടെ ചുറ്റുമുള്ളത് ആകാശമാണ്. നമ്മുടെ ഉള്ളിലുമുണ്ട് ആകാശം. പക്ഷേ ആകാശം ജഡമാണ്. എന്നാൽ ജഡമല്ലാത്തൊരു ചൈതന്യവിശേഷമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സും ചിന്തിക്കാനും ഉണരാനും അറിയാനും സാധിക്കുന്നത്. ഉണർവുണ്ടോ എന്ന ചോദ്യത്തിനേ പ്രസക്തിയില്ല. നമ്മളൊക്കെ ഉണർന്നിരിക്കുന്നവരാണ്. അപ്പോൾ ആ ഉണർവ് ആകാശത്തേക്കാൾ സൂക്ഷ്മമായതിനാൽ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ പേരാണ് ഭഗവാൻ, അതിൻ്റെ പേരാണ് പരമാത്മ, അതിൻ്റെ പേരാണ് പരബ്രഹ്മം, അതിൻ്റെ പേരാണ് ജീവൻ. ആ ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ ശക്തി പരിമിതമല്ല. ശരീരമാണ് പരിമിതം. ശരീരി, ആർക്ക് ശരീരമുണ്ടോ, ആര് ശരീരത്തിൽ അധിവസിക്കുന്നുവോ അതിന് പരിമിതിയില്ല. അർജുനൻ വലിയ ഒരു സംഘട്ടനമാണ് നേരിട്ടത് കുരുക്ഷേത്രത്തിൽ. 45 ലക്ഷം പടയാളികളാണ് അവിടെ വന്നിരുന്നത്. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടു കൂടിയ അർജുനൻ അവിടെ ചെന്നത്. എന്നിട്ടും അവിടെ സ്വജനങ്ങളെയും മുത്തച്ഛനെയും ആചാര്യനെയും കണ്ടപ്പോൾ വില്ലാളി വീരൻ തകർന്നു. കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതിപ്പോയി. ദേഹമാസകലം വിറച്ചു. മനസ്സ് ചുഴലിക്കാറ്റുപോലെയായി. ബുദ്ധി പറഞ്ഞു ഈ യുദ്ധം ശരിയല്ല, തെറ്റാണ്, പാപം വരുത്തും. ഇനി എന്താ ആ മഹാപാപത്തിന് കയ്യിലുള്ളത്? ഗാണ്ഡീവവും പോയി, ശരീരവും തോറ്റു, മനസ്സും തോറ്റു, ബുദ്ധിയും തോൽപ്പിച്ചു. ഇനി അവിടെ ബാക്കി എന്താ? ഒന്നുമില്ല. ആ സമയത്താണ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അമ്പും വില്ലും താഴത്ത് വെച്ച് കൃഷ്ണനെ ഉറ്റുനോക്കി നിൽക്കാൻ വയ്യാതെ ഇരുന്നത്. ആ സമയത്ത് അവിടെ എന്ത് പ്രയോഗിക്കാനാ? കൊക്കോക്കോല മേടിച്ചു കൊടുക്കാനാ? കാപ്പി ഓർഡർ ചെയ്യാനാ? അവിടെ എന്ത് സാധിക്കുമെന്ന് നിങ്ങളൊന്ന് പറയൂ. അപ്പോഴാണ് കൃഷ്ണൻ വെടിയുണ്ടയേക്കാൾ ശക്തമായിട്ടുള്ള വാക്കുകളോടുകൂടി അർജുനൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചത്. എൻ്റെ അർജുന, നീ ശരീരമല്ല, നീ ശരീരിയാണ്. നിനക്കൊരു ശരീരമുണ്ട്, നീ ശരീരമല്ല. എൻ്റെ ശരീരം എന്നാണ് നിൻ്റെ ശരീരത്തിന് നീ പറയുക. ആ ഞാൻ വേറെയാണ്, എല്ലാറ്റിനും സാക്ഷിയാണ്. അത് നോക്കിക്കാണുന്നു. ശരീരത്തെ, ഭൂമിയെ, സൂര്യചന്ദ്രന്മാരെ, ഗോളങ്ങളെ, ആകാശത്തെ, എല്ലാറ്റിനെയും നോക്കിക്കാണുന്ന ആ സാക്ഷി ഈ കാണപ്പെടുന്ന എല്ലാറ്റിനേക്കാളും ബൃഹത്താണ്. നിൻ്റെ ഈ സാക്ഷിഭാവം നീ മനസ്സിലാക്കണം. നിൻ്റെ ദേഹം ഭൂമിയുടെ മുകളിൽ ലോകത്തിനുള്ളിലുണ്ട്. എന്നാൽ നിൻ്റെ ആത്മാവിലാണ് ഈ ലോകം മുഴുവനും നിലനിൽക്കുന്നത്. ആ ആത്മാ എന്നുള്ള ആ തലത്തെ നീ മനസ്സിലാക്ക്. അപ്പോഴാണ് വേണ്ടത്ര ധൈര്യവും ആത്മവിശ്വാസവും നിനക്ക് കിട്ടുക. നീ മനസ്സിലാക്കണം, കാലത്തെണീറ്റാൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ ലോകവുമായി സമ്പർക്കം നടക്കുന്നു. ഈ സമ്പർക്കം മുഴുവൻ നടക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണ്. ആ ഇന്ദ്രിയങ്ങൾ പരാണ്യാഹു, ലോകവസ്തുക്കളേക്കാൾ മികച്ചതാണ്. ഇന്ദ്രിയങ്ങൾ ഏതിന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക് എന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങൾ. അത് 5ഉം ഒട്ടിച്ചു വച്ചിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. ആ ഇന്ദ്രിയങ്ങളേക്കാൾ മികച്ചതാണ് മനസ്സ്.
ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി. മനസ്സിനേക്കാൾ ശക്തമാണ് ബുദ്ധി. യോ ബുദ്ധേഹ പരതസ്തു സഹ. ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠവും മികച്ചതുമാണ് ഞാൻ എന്ന് പറയുന്ന ആ പരമ്പൊരുൾ. അർജുന, എന്നെ നോക്കൂ, ഞാൻ എന്താ പറഞ്ഞത്? ഇന്ദ്രിയങ്ങൾ ലോകവസ്തുക്കളേക്കാൾ മികച്ചത്. ഇന്ദ്രിയങ്ങളെ വെല്ലുന്നതാണ് മനസ്സ്. മനസ്സിനെ അതിക്രമിക്കുന്നതാണ് ബുദ്ധി. ബുദ്ധിയെയും പിന്തള്ളുന്നതാണ് ഞാൻ എന്ന് പറയുന്ന ആ പരമസത്യം. നീ ഇപ്പം എന്നോടൊന്ന് പറയ, നീ ദുർബലനോ സബലനോ? നീ സർവശക്തനോ ഒരു ശക്തിയുമില്ലാത്തവനോ? ഇതങ്ങോട്ട് കേട്ടപ്പോൾ അർജുനൻ്റെ ഭാവം മാറി, ധാരണ മാറി, വീക്ഷണം മാറി. പേടി പമ്പ കടന്നു, ധൈര്യം ഊറി ഊറി വന്നു, സ്ഥിരത മേൽക്കുമേൽ പ്രകാശിച്ചു. കൃഷ്ണ, അങ്ങ് പറഞ്ഞത് മുഴുവൻ ഞാൻ നല്ല പോലെ കേട്ടു, ഗ്രഹിച്ചു, ഉൾക്കൊണ്ടു, സ്വാംശീകരിച്ചു. ഞാൻ ധന്യനായി, സർവശ്രേഷ്ഠനായി, സർവശക്തനായി, സർവാധാര സ്വരൂപനായി. ഒരു യുദ്ധമല്ല 20 എണ്ണം ഞാൻ ചെയ്യാൻ വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞ് അമ്പും വില്ലും എടുത്ത് പുറപ്പെട്ടു. ഇതാണ് അധ്യാത്മം എന്ന് പറഞ്ഞാൽ. ആ അർജുനൻ ഉപദേശിച്ച അതേ വാശിയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നാം പേടിക്കാൻ പോണില്ല ഈ മഹാമാരിയെ. അത് നമ്മളെ പേടിക്കട്ടെ. ഈ ലോകം നമ്മുടെയല്ല. മനുഷ്യരാശിയെ സൃഷ്ടിച്ചതാരും നമ്മളാരുമല്ല. ഇവിടെ മനുഷ്യരാശി വാഴണം എന്നുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മളല്ല. നമ്മളെ കൊണ്ടാകാവുന്നത് നമ്മൾ ചെയ്യും. അതിൻ്റെ പരിധി എത്തിയാൽ ആ പരിധിയെ സമ്മതിച്ച് നാം അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം ചിന്തിക്കും. കൊച്ചി മഹാരാജാവ് മഴ പെയ്യാതെ നമ്മുടെ രാജ്യം കഷ്ടപ്പെട്ടപ്പോൾ തൃശ്ശൂരിൽ വന്ന നമ്പൂതിരിമാരെ വിളിച്ച്, നിങ്ങൾക്ക് വേദവിശ്വാസം വരുടമന്ത്രമൊക്കെ അറിയാമല്ലോ, വരുടമന്ത്രം ജപിച്ച് മഴ പെയ്യിപ്പിക്കൂ എന്ന് പറഞ്ഞു. കണ്ണുരുട്ടിമിഴിച്ച് പറഞ്ഞപ്പോൾ നമ്പൂതിരിമാർക്ക് ചെയ്യാണ്ട് പറ്റുമോ? അവർ വടക്കേ ചെറയിൽ വന്ന് ചമ്രം പിടിച്ച് അങ്ങോട്ട് ഇരുന്നു, ജപിക്കാൻ തുടങ്ങി. ജപിച്ച് 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 മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് 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 അവിടെ അര വരെ ആ ചെറയിൽ ആ കുളത്തിലിരുന്ന് വെള്ളമായിട്ടേ അവരെണീറ്റുള്ളൂ. അതുകൊണ്ട് നാം ഭൗതികമായ വ്യവസ്ഥകളിലൂടെ ജീവിക്കാൻ നോക്കുന്നു. ഈ ഭൗതിക വ്യവസ്ഥകൾ എപ്പോൾ പരാജിതമായോ അപ്പോഴെങ്കിലും നാം അഭൗമമായിരിക്കുന്ന ഒരു ശക്തിയും ഒരു തലവുമായി പുറപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരൊറ്റ ആൾ പേടിച്ച് നിരാശരാവരുത്. ആകെ മുങ്ങിയാൽ പിന്നെ കുളിരില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മഹാമാരി എങ്ങനെ തിരിയും, ഏത് വായിക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ശരീരം തന്നെ പ്രതിരോധം രചിച്ചാലേ ഉള്ളൂ. ആ പ്രതിരോധ രചനയ്ക്ക് സഹായിക്കുന്നതാണ് നമ്മുടെ മനസ്സുകൊണ്ട് ജപിക്കുന്ന മന്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും. ഈ മൃത്യുഞ്ജയ മന്ത്രത്തിൽ പറയുന്നത് എന്താ? ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാ അമൃതാത്. സുഗന്ധിം പുഷ്ടിവർദ്ധനം, നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പുഷ്ടിയും നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. മൃത്യുവിൽ നിന്ന് രക്ഷിക്കൂ, അമരത്വത്തിൽ നിന്ന് രക്ഷിക്കരുത് എന്ന് കൂട്ടിച്ചേർക്കണം. അത്ര വിശേഷപ്പെട്ട മന്ത്രം ഇത് ജപിക്കുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജപിച്ചോളൂ, കുടുംബക്കാരെല്ലാവരും കൂടി ജപിച്ചോളൂ. അല്ല, കൂടുതൽ പേര് ഒന്നിച്ചിരുന്ന് ഏതെങ്കിലും ക്ഷേത്രത്തിലോ അതേമാതിരിയുള്ള പവിത്ര സങ്കേതത്തിലോ ജപിക്കാൻ പറ്റിയ അങ്ങനെയും ചെയ്തോളൂ. നമ്മുടെ ആശ്രമത്തിനടുത്ത് ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരു ദേവീക്ഷേത്രം ഉണ്ട് അത്രേ. എനിക്ക് അതിൻ്റെ പേരിപ്പോൾ പറയാൻ പെട്ടെന്ന് വരുന്നില്ല. ഒരു 10-14 കിലോമീറ്റർ ദൂരെയാണ് ആശ്രമത്തിൽ നിന്ന്. ഒരു പുഴയുടെ വക്കത്തിലാണ്. അത് മുങ്ങിപ്പോകുന്നുള്ളൊരു നിലയായപ്പോൾ എല്ലാവരും കൂടി വന്നിരുന്ന് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെള്ളം മേപ്പെട്ട് കയറിയില്ല, മുങ്ങിയില്ല, ക്ഷേത്രം രക്ഷപ്പെട്ടു. എന്തിനാണ് ഈ മനുഷ്യന് ഈശ്വരവിശ്വാസം? ആ ഈശ്വരവിശ്വാസം നമുക്ക് രക്ഷിക്കാനാ. ചേലപ്പറമ്പ് നമ്പൂരി പറയുണ്ടായത്രേ,
ഭഗവാനെ, അങ്ങ് തല കുമ്പിട്ട് സൗമ്യ ഭാഷയിൽ സംസാരിച്ചാൽ കേൾക്കില്ല, മുള്ളും മുഷ്കും ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, അതാണ് കാണുന്നത്. കിരാതൻ്റെ രൂപത്തിൽ ശിവനെ പരീക്ഷിക്കാനും അനുഗ്രഹിക്കാനും ചെന്നപ്പോൾ ശിവൻ എന്ത് ചെയ്തു? നെഞ്ഞത്തൊരു ഇടിയിടിച്ചു. അങ്ങയ്ക്ക് സന്തോഷമായി, ഉടനെ പ്രത്യക്ഷപ്പെട്ടു. രാവണൻ കൈലാസ പർവ്വതമെടുത്ത് അമ്മാനെ ആടിയപ്പോഴാണ് ശിവൻ പെട്ടെന്ന് കുലുങ്ങിയത് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന അവണപ്പലയെ എടുത്ത ശിവലിംഗത്തിൽ അടിച്ചു അത്ര അദ്ദേഹം. ഒരു വിഘടന, ആ വിഘടത്വത്തോടു കൂടിയാണ് ഭജിച്ചത്. പഴയ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു നമ്പൂതിരി കുടുംബത്തെ ഭഗവതി സേവയൊക്കെ നടത്തുന്ന, ദേവാന്ന് വെച്ചാൽ പൂജ നടത്തുന്ന ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലമാണ്. അദ്ദേഹത്തിന് വസൂരി വന്നു. നോക്കേണ്ടവരെ നോക്കി ഒരു തള്ള വന്ന് നോക്കിയിട്ട്, അയ്യോ രക്ഷ കാണുന്നില്ലല്ലോ, നല്ല മുത്തൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ ഇത്രയൊക്കെ ദേവിയെ ഉപാസിച്ചും പൂജിച്ചും എല്ലാം നടന്നിട്ട് വസൂരി വന്ന് മരിക്കാൻ പോവാണ്, അമ്പലം വെട്ടിവെടുപ്പാക്കി പറമ്പാക്കി നിരത്തണം എന്ന് പറഞ്ഞു അത്രേ. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനത് ചെയ്യാനാ പോണതെന്ന്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു നല്ല മുത്ത് പൊട്ടി അദ്ദേഹം രക്ഷപ്പെട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ അറിയുന്ന ദൈവം ക്രിയാത്മകനായിരിക്കുന്ന ദൈവമാണ്. അദ്ദേഹം ആട്ടുംകുട്ടിയെ പോലെയും തവളയെ പോലെയൊന്നുമല്ല. ശരീരമില്ലാതെ എവിടെ വേണമെങ്കിൽ ഓടിയെത്താൻ. എന്താ ഭഗവാന് കയ്യും കാലും ഇല്ലാത്തത്? കയ്യും കാലും തടസ്സമാണ്. ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിൽ എവിടെയും പ്രത്യക്ഷമാകാം. അതിന് ശരീരമുണ്ടാവരുത്. നമ്മുടെ ഉള്ളിലും പുറത്തും എപ്പോഴുമുള്ള ആളാണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം. അത് നിങ്ങൾ മനസ്സിലാക്കി ഒന്നുകിൽ വിശ്വാസത്തോടു കൂടി. വിശ്വാസം ആർക്കാ? വിവേകമില്ലാത്തവർക്കാ. വിവേകമുള്ളവർക്ക് ഇത് വിശ്വാസമല്ല, ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു സത്യമാണത്. അപ്പോൾ ഒന്നുകിൽ ബുദ്ധിയോടുകൂടി വിവേകത്തോടു കൂടി മനസ്സിലാക്കി, അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി സ്വീകരിച്ച് നിങ്ങൾ ഈ വഴിക്ക് തിരിയണം. ഇവിടെ കൊറോണ പിടിച്ചൊരൊറ്റ ആളും മരിക്കരുത്. രോഗം വരികയാണെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതിന് മരുന്ന് കഴിക്കുക. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ അതിന് കഴിക്കാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കഴിച്ചോളൂ, പക്ഷെ ഞാൻ പറയണ മരുന്നും കഴിക്കാമല്ലോ. അതിൽ ചില മരുന്ന് വളരെ രഹസ്യമാണ്. ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുക? പറയാൻ പറ്റില്ല, വളരെ രഹസ്യമാണത്. എന്താ, അത് പരസ്യമാക്കി അതിന് വിലയുണ്ടാവില്ല. അത് രഹസ്യമാക്കി വച്ചാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് മേടിക്കുന്നവർ സത്യം ചെയ്യണം. സ്വാമിജി പറഞ്ഞത് ഞങ്ങൾ അനുഷ്ഠിക്കും, ഒരൊറ്റ ആളോട് പറയില്ല എന്ന്. കെട്ടിയ ഭർത്താവിനോട് പറയരുത്, പെറ്റ കുട്ടിയോട് പറയരുത്, കല്യാണം കഴിച്ചവളോട് പറയരുത്, ഒരൊറ്റ ആളോടും പറയാൻ പാടില്ല. ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. എന്താ നിങ്ങൾ ഈ പറയണത്? നമ്മൾ ഇത്ര ദുർബലരോ? ആര് പറഞ്ഞു നമ്മളോട് ഇവിടെ ജീവിക്കണമെന്ന്? എനിക്ക് ഭഗവാനോട് ചോദിക്കാനുള്ളത് ഇതാണ്. എടോ ഭഗവാനെ, താൻ എന്നെ ഭൂമിക്ക് പറഞ്ഞയക്കുന്നതിന് മുൻപ് മര്യാദയുള്ളവനാണെങ്കിൽ എന്നോട് ചോദിക്കുമായിരുന്നില്ലേ, സ്വാമിജി ഞാൻ അങ്ങയെ പറഞ്ഞയക്കാൻ പോവാണ്, ഭൂമിയിലേക്ക് പോവാൻ തയ്യാറുണ്ടോയെന്ന്? എന്നോട് ചോദിച്ചില്ലല്ലോ. ആ പ്രാഥമിക മര്യാദ പോലും തനിക്കില്ല. എന്നിട്ടാണ് പറയണത് ഭൂമിയിൽ വന്നു ഹാ ഹൂന്ന്. അപ്പം ചോദിക്കാതെ ഇവിടെ സമ്മതം മേടിക്കാതെ ഇവിടെ പറഞ്ഞയച്ചിട്ട് ജീവിക്കുന്ന സമയത്ത് ഞാൻ ആവശ്യപ്പെടാതെ ഇവിടെ വന്നു ജീവിക്കുന്നു. അപ്പോൾ ഒരുവിധം കഴിഞ്ഞുകൂടാനുള്ള സൗകര്യമെങ്കിലും എനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഭഗവാൻ ഒരു സ്ഥാനമുണ്ടോ എന്ന് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കുന്ന ആളാണ്. ഞാൻ ഈശ്വരനടുത്ത് 2 വെല്ലുവിളി കൊടുത്തിട്ടുണ്ട്. എന്താണ് വെല്ലുവിളി? ഭഗവാനെ, അങ്ങക്ക് ശക്തി ഉണ്ടെങ്കിൽ അങ്ങയുടെ സാമ്രാജ്യത്തിൽ നിന്ന് എന്നെ പുറത്തേക്ക് തള്ളൂ, ബഹിഷ്കരിക്കൂന്ന്. 2, സാധിക്കുമെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കൂന്ന്. ഇന്നേ വരെ നിങ്ങളുടെ ഭഗവാൻ മിണ്ടിയിട്ടില്ല, എൻ്റെ വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം ഇല്ലാത്തടത്തേക്ക് എന്നെ വലിച്ചെറിയണമെങ്കിൽ, നാട് കിടത്തണമെങ്കിൽ, അദ്ദേഹം ഇല്ലാത്ത നാടുണ്ടെങ്കിൽ അദ്ദേഹം സർവ്വവ്യാപിയാവില്ലല്ലോ. സർവ്വവ്യാപിയാണെങ്കിൽ എന്നെ ഇവിടുന്ന് എടുത്ത് എവിടെ കൊണ്ടുവയ്ക്കാനാ? അദ്ദേഹം ഇല്ലാത്തടത്ത്. തോറ്റു. ഇനിയോ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കണം. അദ്ദേഹം ഉള്ളിലും പുറത്തും സ ബാഹ്യാഭ്യന്തര ശുചി എന്ന് വേദം പാടുന്ന പാട്ടുണ്ട്.
അപ്പോൾ ഉള്ളിലും പുറത്തും ഒരുപോലെ പ്രകാശിക്കുന്ന ഭഗവാൻ എൻ്റെ ഉള്ളു വിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ കൈകൊട്ടിച്ചിരിക്കുകയാണ്. ഭഗവാൻ ഭഗവാൻ ഞാൻ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റണില്ലല്ലോ, ഇല്ലല്ലോ ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങയോ മീതെ ഞാനോ മീതെ. എന്തേ? എൻ്റെ ഭഗവാനോട് ഞാൻ എന്തും പറയും, എന്തും പറയും, എപ്പോഴും പറയും, എപ്പോഴും പറയും, എങ്ങനെ വേണമെങ്കിലും പറയും. അതിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ പറയണത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷേ ആ പറയുന്നതിൽ ഞാനുണ്ടാവണമെന്ന ഏന കേന പ്രകാരേണ മതി കൃഷ്ണേ നിയോജയേത്. ഏതു പ്രകാരത്തിലാണെങ്കിലും ശരി മനസ്സിനെ കൃഷ്ണനിൽ ലയിപ്പിക്കണം എന്നാണ് പറയണത്. ഞാൻ ഈ പറയുന്നത് ഒരു നിലയ്ക്ക് ഒരു നിരാശയുണ്ടോ എൻ്റെ സ്വരത്തിൽ ചോദിച്ചാൽ ഉണ്ട്. നിരാശയേക്കാളേറെ ഒരു വാശിയാണ് എൻ്റെ മനസ്സിലുള്ളത്. എത്ര മരുന്ന്, എത്രയൊക്കെ കഷ്ടപ്പാട്, കുത്തുവെപ്പ്. പക്ഷെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഉപയോഗിച്ച് കുറേ തപസ് ചെയ്ത് ഈ മഹാമാരിയിൽ നിന്ന് നിവാരണം നേടാം എന്ന് നിങ്ങൾക്ക് ഒരൊറ്റ ആൾക്കും തോന്നുന്നില്ലല്ലോ. അതിൽ വലിയ ഒരു അനുശോചനമുണ്ട് എനിക്ക്. ആ അനുശോചനത്തോടു കൂടി ഇനിയെങ്കിലും ആരെങ്കിലും ഇത് കേട്ട് ഒരു നിവാരണം ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഒരു ചുമതലയാണിത്. വസിഷ്ഠൻ നിരാശപ്പെട്ട രാമനെ വിളിച്ചിരുത്തി 18 ദിവസം സംസാരിച്ചു. അർജുനനോട് കൃഷ്ണൻ 2.5 മണിക്കൂർ സംസാരിച്ചു. ആരും വിളിക്കാതെ ചെറിയ കൊച്ചു ശുഗമുനി, 16 വയസ്സുള്ള ശുഗമുനി അന്വേഷിച്ചു വന്ന് പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന ആ ആസനത്തിൻ്റെ അവിടെ എത്തി. 7 ദിവസം ശ്രീമദ് ഭാഗവതം തോരാതെ പറഞ്ഞു കൊടുത്തു പരീക്ഷത്തിന്. തക്ഷകൻ വന്ന് കടിക്കുമ്പോഴേക്കും അതിനുള്ള നിവാരണം ഉണ്ടാക്കി കൊടുത്തു. അഷ്ടാവക്ര മഹർഷി വിളിക്കാതെ ജനകൻ്റെ മിഥിലയിൽ ചെന്ന് അവിടെ ജനകനുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ട് അദ്ദേഹത്തിന് തത്വോപദേശം ചെയ്ത് മടങ്ങിപ്പോയി. അതുപോലെ ഞങ്ങളുടെ ഒരു ദൗത്യമാണിത്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ മുൻപിലില്ലാതെ ദൃശ്യരല്ലാത്ത ഒരു പ്രേക്ഷക വൃന്ദത്തോട് ഞാനിത് സംസാരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും മനസ്സാ ഞാൻ ആലിംഗനം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികളുണ്ടാവട്ടെ. അവർക്ക് ആദ്യമായി കുടുംബസ്നേഹം, പിന്നെ സമാജസ്നേഹം, ഈശ്വരനിൽ വിശ്വാസം, അവരുടെ ജീവിതം പഠിച്ച് മിടുക്കന്മാരും മിടുക്കത്തികളുമായി സ്വന്തം രാജ്യത്തിനും ലോകത്തിന് തന്നെയും ഒരു സംഭാവന എന്നുള്ള നിലയ്ക്ക് പ്രൊഡക്ടിവിറ്റി, ഉത്പാദനം ഉണ്ടാക്കി നിങ്ങളെല്ലാവരും കൃതാർത്ഥരാവണം. ഈ ലോകം നന്നാവണം. ഇവിടുന്ന് പഞ്ഞവും പരാതിയും മാറണം. നമ്മൾ സമ്പദ് സമൃദ്ധരായി സമാധാനത്തിലും സമൃദ്ധി വന്ന് സന്തോഷത്തോടു കൂടി വാഴണം. അതിനെല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കാണാം. ഞാനൊരു ശ്ലോകം പറഞ്ഞ് പതിവ് പോലെ ഓംകാരം ജപിച്ച് നിർത്താം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തസ്. ജയ ഗുരു, ജയ ഗുരു. ഓ ഹരി ഓം തസ്. ജയ.